പ്രധാനമന്ത്രിയുടെ മോദിയുടെ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് BJP കൗൺസിലർമാരെല്ലാം കൂടെ ഡൽഹിക്ക് പോയിട്ടുണ്ട്. അതായത് 9-ാം തീയതി പോയി. ട്രെയിനിലാണ് ഇവരുടെ യാത്ര. പക്ഷേ നമ്മുടെ ശ്രീലേഖ മാത്രം പോയിട്ടില്ല. ശ്രീലേഖ മാത്രം ഈ വിരുന്നിൽ പങ്കെടുക്കാൻ വേണ്ടി ഇപ്പോൾ പോയിട്ടില്ല. അപ്പം കുറെ വിശദീകരണമൊക്കെ പുള്ളിക്കാരി തരുന്നുണ്ട്. അതായത് വയ്യ എന്നൊക്കെയാണ് പറയുന്നത്. പുള്ളിക്കാരിക്ക് വേണ്ടി മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാനുള്ള ചെലവ് പാർട്ടിക്ക് കൊടുക്കുന്നില്ല, കയ്യിൽ അതിനുള്ള കാശുമില്ല, അതുകൊണ്ടാണ് പോവാത്തതെന്നുള്ള വിശദീകരണമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ ശ്രീലേഖയ്ക്ക് ക്ഷണം കിട്ടാത്തതാണോ അതോ പുള്ളിക്കാരി പോവാത്തതാണോ? ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങളൂടെ പറഞ്ഞു പോവാം. ഇപ്പോ ഈ ഒരു വിരുന്ന് നൽകുന്നതിന്റെ ഒരു സാങ്കത്യം എന്താണ് എന്ന് നമുക്ക് കുറച്ചൊന്ന് വിമർശനാത്മകമായി തന്നെ അതിനെ കാണേണ്ടി വരും. എന്തിനാണ് ഈ വിരുന്ന്? കാരണം തിരുവനന്തപുരത്തേക്ക് ഇതേ പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ട് ആഴ്ചകൾ പിന്നിടുന്നതേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഈ VV രാജേഷ് അടക്കമുള്ള മേയറും അതോടെ ഡെപ്യൂട്ടി മേയറും അടക്കം ഉള്ളവർ പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ പുതിയ ഭരണസമിതി BJPയുടെ ഭരണസമിതി കോർപ്പറേഷൻ അധികാരത്തിൽ ഏറി കഴിയുമ്പോഴേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിത്തിൻ 45 ഡേയ്സ് അവിടെ എത്തും. അതിൻ്റെ തിരുവനന്തപുരം നഗരത്തിന്റെ വികസന രേഖ അവതരിപ്പിക്കും, ഒരു ബ്ലൂ പ്രിന്റ് നൽകും എന്നാണ് പറയുന്നത്. എന്നാൽ ഇതുവരെയായി അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടിയതായി അല്ലെങ്കിൽ അന്ന് വന്നിട്ട് പോലും അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റിനെ കുറിച്ച് നരേന്ദ്രമോദി മിണ്ടിയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം. അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് കിട്ടാത്തിടത്തോളം കാലം ജനങ്ങളെ അത് പറഞ്ഞുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിച്ചത്. ഇങ്ങനെ തിരുവനന്തപുരത്തിന്റെ മുഖഛായ മാറാൻ പോകുന്നു, തിരുവനന്തപുരം നഗരം ഇന്ന് കണ്ട നഗരമല്ല, പട്ടിപിടുത്തം മാത്രമല്ല വേറൊന്നും നടക്കുന്നില്ല തിരുവനന്തപുരം നഗരത്തിൽ. പിന്നെ ബസ് തിരിച്ച് എടുത്തത്. എന്നാൽ ഈ ബസ്സിനെ മെയിൻറ്റെയിൻ ചെയ്യാനോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും പിന്നീട് എല്ലാവരും ഈ BJPയിലെ പല പ്രമുഖരും പറയുന്നുണ്ട്, ഞങ്ങൾ പറഞ്ഞത് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ്റെനൻസിനെ കുറിച്ചോ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചോ ഇതിൻ്റെ ഗരേജ് എവിടെ അറേഞ്ച് ചെയ്യുമെന്നോ ഡ്രൈവേഴ്സിൻ്റെ ശമ്പളത്തെക്കുറിച്ചോ ഇതിനെക്കുറിച്ചോ ഒന്നും VV രാജേഷ് മിണ്ടുന്നില്ല. ഒരു ബസ് എടുത്തിട്ട് ഓടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ചിലർ കാർ എടുക്കുന്നുണ്ടല്ലേ, കാറിനെ കുറിച്ച് ഒന്നും അറിയാൻ വയ്യാത്തൊരു പോയി കാർ എടുക്കും. എന്നിട്ട് ഈ കാറ് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വേറെ വലിയൊരു റിസ്ക്കാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എത്ര കിലോമീറ്റർ ഓടി കഴിയുമ്പം അതിൻ്റെ സർവീസിങ് വരുന്നുണ്ട്, പിന്നെ ടയർ മാറേണ്ടി വരുന്നുണ്ട്, ടയർ റൊട്ടേഷൻ, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇതിൻ്റെ പിന്നിലുണ്ട്. പിന്നെ അല്ലാതെ നോർമൽ വാഷിങ്ങിന് കൊടുക്കണം, അങ്ങനെ ഒത്തിരി പണികളുണ്ട്. അപ്പോൾ നമ്മളൊരു കാർ എടുത്ത് കഴിയുമ്പം ആ കാർ എടുത്തല്ലോ എന്ന് പറയുന്നിടത്ത് കഴിയുന്നില്ല. പിന്നെ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന വലിയൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നതാണ്. ബസ് വന്നു, ആ റൂട്ട് ഓടുന്നു, പൈസ വരുന്നു, എല്ലാം ശരിയാണ്. പക്ഷേ ഇത് മെയിൻ്റനൻസ് നടത്തണം. ഇലക്ട്രിക് ബസ്സുകളാണ്, എല്ലാം 5 വർഷം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ ബാറ്ററി വാറണ്ടി പോകും. അപ്പോൾ പുതിയ ബാറ്ററി ഇറക്കണം. ഇതെല്ലാം നഗരസഭയുടെ തലയിലേക്ക് വരുന്നതാണ്. ഇതെല്ലാം നഗരസഭയുടെ നിന്ന് ഫണ്ട് കണ്ടെത്തി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പട്ടിപിടുത്തത്തിന് വലിയ ഫണ്ട് ചിലവാകുന്നില്ല, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അപ്പം ഇങ്ങനെ ഒരു വലിയ വികസന രേഖ തിരുവനന്തപുരത്തിന് അവതരിപ്പിക്കുമെന്നുള്ള വിശ്വസിച്ചുകൊണ്ട് കുറേയധികം ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്ത് ജയിപ്പിച്ചു. അങ്ങനെ ഇവരെല്ലാം കൂടെ അടപടലം ജയിക്കുകയും ചെയ്തു. പിന്നെ പലയിടങ്ങളിലും കോൺഗ്രസ്സുകാരും കൂടി BJP ജയിക്കാൻ വേണ്ടി വേണ്ട സഹായം ചെയ്തു കൊടുത്തു. അങ്ങനെയാണ് ഇത്രയും വലിയ ഇത് വന്നത്. പക്ഷേ ഈ പറയുന്ന ബ്ലൂ പ്രിന്റ് ആരും കണ്ടിട്ടില്ല, വികസന രേഖ എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. ഇത് അങ്ങനെ തുടങ്ങിയ ഒരു കാര്യങ്ങളെക്കുറിച്ചും വലിയ ധാരണയൊന്നും തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പോഴാണ് ഇതിനെയെല്ലാം അല്ലെങ്കിൽ ഇതിനെയെല്ലാം ഒന്ന് മറച്ചു പിടിക്കുക എന്നുള്ളതായി പിന്നെ ലക്ഷ്യം. കാര്യം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇത് പുതിയൊരു തരം തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി കൂടിയാണ്. കേരളത്തിലടുത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. പലയിടങ്ങളിലും BJPയുടെ സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷനാണ് മത്സരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തിരുവനന്തപുരം മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, മുരളീധരൻ അടക്കമുള്ള വലിയ വലിയ നേതാക്കന്മാർ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു. ഇവിടെ കളം പിടിക്കാൻ വേണ്ടി തന്നെയാണ് മത്സരരംഗത്തേക്ക് ഇറങ്ങാൻ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ഒരു വോട്ട് അങ്ങോട്ട് നടക്കില്ല. എനിക്ക് തോന്നുന്നു വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന മുസ്ലിം വിരോധവും അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ വിരോധവും കൊണ്ട് ഇവിടെ ഒരു ഹിന്ദു ഐക്യം കെട്ടിപ്പടുക്കാൻ കഴിയില്ല. അത് ഒന്നുകിൽ NSS സമ്മതിക്കുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ SNDPയിലെ ഒരു വലിയ വിഭാഗം ആളുകൾ അതിന് സമ്മതിക്കുന്നില്ല. കാര്യം അങ്ങനെയൊരു BJP എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് പോകണ്ട എന്നുള്ളത്. ന്യൂനപക്ഷങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തിയ ബിരിയാണി അതുപോലെ ഔട്ട്റീച്ചുകളൊന്നും അങ്ങോട്ട് ഏശിയില്ല. അതോടൊപ്പം തന്നെ ക്രിസ്ത്യാനികളെ കയ്യിലെടുക്കാൻ വേണ്ടി, സഭക്കാരെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് നടത്തിയ മുനമ്പം വിഷയത്തിൽ കിരൺ റിജിജു വന്ന് സത്യാവസ്ഥ തുറന്നു പറഞ്ഞതോടുകൂടി ആ ഒരു സാധ്യതയും പോയി. ഇതൊന്നും അറിയാതെ 50ഓളം വരുന്ന കുടുംബങ്ങൾ BJPയിലേക്ക് അംഗത്വം എടുക്കുകയും ചെയ്തതാണ്. അപ്പൊ ഇങ്ങനെയെല്ലാം BJP വെച്ചിട്ടുള്ള കളികളൊന്നും അങ്ങോട്ട് ഏശാതിരിക്കുന്ന ഈ ഒരു സാഹചര്യം പരിഗണിക്കുമ്പോൾ പലയിടങ്ങളിലും BJPക്ക് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നില്ല. നേട്ടം ഉണ്ടാക്കണമെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസുമായി ചേർന്നുകൊണ്ട് ഒരു സന്ധി ഉണ്ടാക്കുക എന്ന് മാത്രമാണ്.
ഇപ്പൊ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു വലിയ വിപത്ത്, അത് പിന്നെ വയനാട് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിനെതിരെ സ്വീകരിക്കുന്ന ചിറ്റമ്മ നയം, ബഡ്ജറ്റിൽ കേരളത്തെ ഉൾക്കൊള്ളിക്കാതെ കേരളത്തിന് കടലാമയെ മാത്രം നൽകിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരണം, ഇതെല്ലാം കൂടി പരിശോധിക്കുമ്പോൾ കേരളത്തിലേക്ക് BJPക്ക് ഒരു കടന്നുകയറ്റം നടത്തണമെങ്കിൽ ഞങ്ങളിവിടെ വന്നാൽ വികസനം സാധ്യമാക്കും എന്നൊരു തോന്നൽ ജനങ്ങളിലേക്ക് എത്തിക്കണം. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ ആകെ അവർ പിടിച്ചെടുത്ത ഒരു കോർപ്പറേഷനിലെ കുറച്ച് കൗൺസിലർമാരെ കൊണ്ട് ഒരു വിരുന്ന് സംഘടിപ്പിക്കുക. ഇത് സത്യമാണെങ്കിൽ, വിരുന്ന് എന്ന് പറയുന്ന ഒരു സാധനം സത്യമാണെങ്കിൽ ഇവരെ കൊണ്ടുവന്ന് അവിടെ നടത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. അവിടെ പോയി കഴിയുമ്പോഴേ കണ്ടില്ലേ, പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ നിന്ന് ജയിച്ച അവരോടുള്ള സ്നേഹം കണ്ടില്ലേ. അപ്പം അവിടെ മിക്കവാറും ഇപ്പൊ പോകുമ്പോൾ കനത്തിൽ അവിടെ നിന്ന് കിട്ടും. അപ്പൊ കേരളത്തിന്റെ വികസന രേഖ തന്നെ അവിടെ നിന്ന് കൊടുത്തുവിടും എന്നൊക്കെ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ കുറേയധികം ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ കണ്ണിൽ പൊടിയിടുക എന്നുള്ളതാണ്. അപ്പൊ പോയിട്ട് വരുമ്പോൾ ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുമെന്നൊരു തോന്നലുണ്ടാവുമല്ലോ. അങ്ങനെ ആ തോന്നലിന്റെ പുറത്താണ് ഇപ്പൊ എല്ലാവരുടെ ചാടിക്കറി പോയിരിക്കുന്നത്. അപ്പൊ അല്ലാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് കേരളത്തിന് എന്തെങ്കിലും കിട്ടുമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തിരുവനന്തപുരത്തിന് എന്തോ വലിയ വികസന പദ്ധതികൾ കൊണ്ടുവന്ന് നിറയ്ക്കുമെന്നോ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ തിരുവനന്തപുരത്തുകാരെന്ന് എനിക്കറിയില്ല. പിന്നെ 2, ശ്രീലേഖയായിട്ടുള്ള പ്രശ്നം. ശ്രീലേഖയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇത്രയും കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പരിപാടി നടത്തുന്നത്. അപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ ഏകദേശം അവിടെ എന്തായിരുന്നു, തട്ടുദോശയും ചമ്മന്തി സാമ്പാറും ഒന്നും ആയിരിക്കത്തില്ല വിളമ്പുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള പിന്നെ സാമ്പത്തികമായ സെറ്റപ്പുകൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ BJPക്ക് തെരഞ്ഞെടുപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് കോടികൾ ഒഴുക്കിയ ഒരു പാർട്ടിയാണ് BJP. ആ BJP അങ്ങനെ കോടികൾ ഒഴുക്കിയിട്ടുള്ള ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അപ്പ് ആൻഡ് ഡൗൺ, ഇപ്പം കൂടി വന്നാൽ ഇപ്പോൾ ഒരു ഷോർട്ട് നോട്ടീസിലാണെങ്കിൽ പോലും ഈ പറയുന്ന പിന്നെ ഒരു IPS ഉദ്യോഗസ്ഥയ്ക്ക് ഒരു ഫ്ലൈറ്റിൽ ഒരു ടിക്കറ്റ് എടുക്കുന്നതിന് ലക്ഷങ്ങൾ ചിലവ് വരത്തില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കൂട്ടിയിട്ട് ചിലപ്പോൾ 50,000 രൂപ പരമാവധി ചിലവ് വന്നേക്കും ഫ്ലൈറ്റിന്. ഇന്ന് പോയാലും മതി. ഇന്ന് വെളുപ്പിനെ വിട്ടിരുന്നെങ്കിൽ ഒരു 2 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ട് ഒരു ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ വലിയ എക്സ്പെൻസ് ഒന്നും അല്ല. പിന്നെ ഇവരൊക്കെ പോകുന്ന ബിസിനസ് ക്ലാസ്സിലേ പോകൂ എന്ന് പറയുന്നത് വാശി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം കുറച്ചുകൂടെ സാമ്പത്തിക ചെലവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ഫ്ലൈറ്റിൽ പോകുന്നത് ഇവിടേക്ക് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കി വെക്കും എന്ന് പറയുന്ന ഒരു തോട്ടിനോട് ഞാൻ യോജിക്കുന്നില്ല. അത് ഒരുമാതിരിപ്പെട്ട ആർക്കും യോജിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാര്യം എല്ലാവരും ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ്, ഫ്ലൈറ്റ് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്, ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഇതെല്ലാം യാത്രയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇവിടുന്ന് ട്രെയിനിൽ എനിക്ക് തോന്നുന്നു 3 ദിവസത്തോളം ട്രാവലിംഗ് ഉണ്ട് എന്ന് തോന്നുന്നു. ഫ്ലൈറ്റിലാകുമ്പോൾ കുറെ 2-2.5 മണിക്കൂർ, തിരുവനന്തപുരത്ത് ആകുമ്പോൾ 2.5 മണിക്കൂർ, കൊച്ചിന്നാകുമ്പോൾ 2 മണിക്കൂർ. അത്രയൊക്കെ എനിക്ക് അത്രയൊക്കെ ഡ്യൂറേഷൻ വരുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഡൽഹി വരെ പോകുന്നതിന്. അപ്പോൾ അങ്ങനെ അത്രയേ ഉള്ളൂ. പിന്നെ തന്നെ എത്രയോ ആൾക്കാർ പോകുകയും വരികയും ചെയ്യുന്നു. അപ്പം ഈ പിന്നെ IPS-ൽ നിന്ന് ഒരു വലിയ പോലീസിലെ ഏറ്റവും ഉന്നത സ്ഥാനത്ത് നിന്ന് റിട്ടയർ ആയ പിന്നെ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഫ്ലൈറ്റ് യാത്രയ്ക്ക് മുടക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മണ്ടത്തരമായി പോകും, മണ്ടത്തരമായി പോകും. തന്നെയല്ല, അത്രയും പ്രാധാന്യമുള്ള ഒരു കൗൺസിലറെ ഇവിടെ നിന്ന്, ആ കൗൺസിലർ MLA കാട്ടി വലിയ ആളാണ്. അതുകൊണ്ടാണല്ലോ VK പ്രശാന്തിൻ്റെ അടുക്ക സമരത്തിന് പോയത്. VK പ്രശാന്ത് ഇപ്പോൾ MLA ഓഫീസ് ഒഴിഞ്ഞു കാരണം എന്നെ കാണാൻ ഒരുപാട് ആൾക്കാർ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പിന്നെ ഈ കൗൺസിലർ ബഹളം ഉണ്ടാക്കിയത് നമുക്കറിയാം. അപ്പം ഒന്നുമില്ലെങ്കിൽ 10 പേരോട് ചോദിച്ചാൽ കിട്ടുമല്ലോ. 5000 രൂപ വെച്ച് 10 പേരോട് ചോദിച്ചു കഴിഞ്ഞാൽ പോയിട്ട് വരാനുള്ള കാശ് ശ്രീയിലേക്ക് കിട്ടും. പിന്നെ ഒരു ആവശ്യമുണ്ട്, നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നിങ്ങളുടെ ഇവിടുത്തെ വട്ടിയൂർക്കാവിന്റെ അല്ലെങ്കിൽ എൻ്റെ ഈ വാർഡിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ്, ശാസ്തമംഗലം വാർഡിന്റെ വികസന പദ്ധതികൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ വെറുതെ പിരിവെടുത്ത് കൊടുക്കുമല്ലോ. എന്തിനേറെ ഒരു ബക്കറ്റ് പിരിവ് നടത്തി കഴിഞ്ഞാൽ BJPക്കാർ മാത്രം ഫണ്ട് ഇട്ടാൽ മതിയല്ലോ. അവർക്ക് സുഖമായിട്ട് ശ്രീലേഖയ്ക്ക് അവിടെ പോയിട്ട് തിരിച്ചു വരാം, അവിടെ പിന്നെ പ്രധാനമന്ത്രിയെ കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുമല്ലോ. അതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പൊ തന്നെയല്ല, ഇന്ന് വൈകുന്നേരത്തോട് പരിപാടി തീരുവാണെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ കയറി ഇങ്ങ് വരാം. അപ്പൊ അമ്മയെ നോക്കാൻ ഇപ്പൊ അസിസ്റ്റന്റ് ഇല്ല, അവർക്ക് അസുഖമാണ്, 94 വയസ്സ്, അതൊക്കെ ജെനുവിനായിട്ട് നമുക്ക് തോന്നാം. അമ്മയെ നോക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാണ്. ഇത് രണ്ടും കൂടി പറയരുതായിരുന്നു. ഒന്നുകിൽ എൻ്റെ അമ്മയെ വിട്ടിട്ട് എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് പിന്നെ എനിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ ഞാൻ പോകാതിരുന്നു എന്നുള്ള കാര്യം വേണമെങ്കിൽ പറയാമായിരുന്നു. ആ ഒരൊറ്റ റീസൺ തന്നെ മതിയായിരുന്നു. നീ അല്ല, ഞാൻ ഫ്ലൈറ്റിൽ പോകാൻ മാത്രം സാമ്പത്തികമായി അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് കരുതി എന്ന് പറയുന്നത് അതൊരു മണ്ടത്തരമായി പോയെന്നാണ് എൻ്റെ ഒരു ചിന്ത. കാരണം BJPയെ പോലൊരു പാർട്ടിക്ക് ഒരു കൗൺസിലറെ, അതും വളരെ പ്രാധാന്യമുള്ള കൗൺസിലർ, BJPയെ സംബന്ധിച്ചിടത്തോളം ബാക്കിയുള്ളവർ 10ാം ക്ലാസ്സും ഗുസ്തിയൊക്കെ ആണെങ്കിലും ഇവർ IPS റാങ്കിലുള്ള ഉദ്യോഗസ്ഥയായിരുന്നു. അങ്ങനെ IPS റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥയെ കൊണ്ടുപോകാൻ ഒരു 50,000 രൂപ മുടക്കാൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിക്ക് ഇല്ലേ?
എന്റെ സംശയം അതാണ്. ഒരു 50,000 രൂപ മുടക്കി ബി വി രാജേഷിന് ട്രെയിനിൽ കയറിപ്പോയെന്ന് വെച്ചാൽ ഇവിടുത്തെ ലോക്കൽ കയറ്റി വിട്ടല്ല. ബി വി രാജേഷ് അവിടെ പിന്നെ സെക്കൻഡ് AC-യിലാണ് പോയിരിക്കുന്നത്, അല്ലെ ഫസ്റ്റ് AC-യിലായിരിക്കും പോയിട്ടുണ്ടാവുക. ബി വി രാജേഷ്, ആശാനാഥിനൊക്കെ എന്തോ പണം ഇരുന്നിട്ടാ പോകുന്നത്. ആശാനാഥിനൊക്കെ പണം ഉണ്ടായിരുന്നു. പിന്നെ ഈ പറയുന്ന കണക്കിന് പിന്നെ ഇഷ്ടം പോലെ പെട്ടിക്കണക്കിന് പൈസ അടുക്കി വെച്ചിട്ട് നടക്കുന്നവരാണ്. അല്ല, അവർക്കൊക്കെ പാർട്ടിയാണ് പൈസ കൊടുത്തത്. അപ്പൊ ഇത്രയും പ്രഷ്യസ് ആയിട്ട് അവർക്ക് തോന്നുന്ന ഒരാളെ അവര് ട്രെയിനകത്ത്, എനിക്ക് ട്രെയിനിൽ ബുദ്ധിമുട്ടാണ്, എനിക്ക് 10-70 വയസ്സായി, സോ എനിക്ക് ഫ്ലൈറ്റ് എടുത്ത് തരണം എന്ന് പറയാനുള്ള തൻ്റെ ഇടം ഉണ്ട്. അല്ലേ? ഇവിടെ പിന്നെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവര് പൊയ്ക്കൊണ്ടിരുന്നത് എങ്ങനെ? ഇവിടുന്ന് ഓട്ടോ വിളിച്ച് ജനറൽ ടിക്കറ്റ് എടുത്തിട്ടാണോ ഈ പിന്നെ ശ്രീലേഖ IPS ഡൽഹിയിലും അവിടെ ഇവിടെയൊക്കെ പൊയ്ക്കൊണ്ടിരുന്നത്? അല്ല, ആ സമയത്ത് അവർ ഔദ്യോഗിക പദവിയിൽ ഇരിക്കുന്ന സമയത്ത് അവർ ഫ്ലൈറ്റിൽ തന്നെ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പൊ അയ്യോ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ ഞാനില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നിട്ടുണ്ടോ? അപ്പൊ ശരിക്കും പറയുന്നത് ഈ ശ്രീലേഖയ്ക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല. ഒന്നുകിൽ ക്ഷണം കിട്ടിയിട്ടുണ്ടാവില്ല, അതിനകത്ത് അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ ഒരു ഇത് വെച്ചിട്ട് എന്നെ വിളിക്കേണ്ട പോലെ വിളിച്ചു കാണത്തില്ല. അങ്ങനെ ഉണ്ടാവാം. കാര്യം അവര് പ്രധാനമന്ത്രി ഇവിടെ വന്ന സമയത്ത് നമ്മള് അതും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് പോകണം, എങ്കിലേ അതിന്റെ ഒരു എനിക്ക് പൂർണ്ണത കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ. പ്രധാനമന്ത്രി ഇവിടെ വന്ന സമയത്ത് ബാക്കി എല്ലാവരും പ്രധാനമന്ത്രി, നമ്മളിപ്പം രാഷ്ട്രീയത്തിന്റെ ആണെങ്കിൽ പോലും രാഷ്ട്രീയമായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ രാഷ്ട്രീയ വിമർശനം നടത്തിയിരുന്നാലും ശരി, നമ്മളിപ്പോൾ പ്രധാനമന്ത്രിയെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ അദ്ദേഹവുമായി വേദി പങ്കിടാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ പ്രധാനമന്ത്രിയുടെ ഒപ്പം നിൽക്കാനും അദ്ദേഹത്തിനോട് സംസാരിക്കാനും ശ്രമിക്കും. അതിപ്പോ ഒരു ഏത് മാധ്യമ പ്രവർത്തകനാണെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ ഏതൊക്കെ രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിൽ തന്നെ, ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രീയമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും രണ്ട് ചേരി നിൽക്കുന്ന ആൾക്കാരാണ്. ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അത് ഇടതുപക്ഷത്തിന്റെ മുഖ്യമന്ത്രിയും, ഒരാൾ NDAയുടെ പ്രധാനമന്ത്രിയും. പക്ഷെ മുഖ്യമന്ത്രി മാറി നിൽക്കുന്നുണ്ടോ? ഇല്ല. ആ മുഖ്യമന്ത്രി അതിനകത്ത് ഇടപെടും, സംസാരിക്കും. ശിവൻകുട്ടി ഏറ്റവും കൂടുതൽ സംഘപരിവാറുകാരെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ മന്ത്രിയാണ് ശിവൻകുട്ടി എന്താ പ്രധാനമന്ത്രിയെ കാണുമ്പോൾ അയ്യേ പ്രധാനമന്ത്രി എന്ന് കൊണ്ട് മാറി നിൽക്കും. ഇല്ല, അവിടെ പോയി സംസാരിക്കേണ്ട ഷേക്കാൻഡി ആണെങ്കിൽ ഷേക്കാൻഡി ഇതെല്ലാം ചെയ്യും. അതേസമയം സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഉന്നതനായ നേതാവ്, ഉന്നതൻ എന്ന് തന്നെ ഞാൻ പറയും, പ്രധാനമന്ത്രിയാണ് രാജ്യത്തിന്റെ, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വരുമ്പോൾ ഇവിടുത്തെ ഒരു വാർഡ് കൗൺസിലർ മാറി എന്നെ ഇങ്ങോട്ട് വന്ന് കാണട്ടെ എന്നുള്ള ധാരണയിൽ ഒരു സ്റ്റേജിന്റെ മൂലയിൽ ഒതുങ്ങി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ധാർഷ്ട്യമായി കാണും. എന്നിട്ട് പറയാം ഞാൻ എൻ്റെ IPS-ൽ നിന്ന് പഠിച്ച അച്ചടക്കം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, ആ അച്ചടക്കത്തിന്റെ ഭാഗമായി ഞാൻ മാറി എന്ന് പറഞ്ഞാൽ അതൊരു ന്യായീകരണം മാത്രമാണ്. ഒന്നുകിൽ ഇവരാരും പിന്നെ മാഡം വന്ന് സംസാരിക്കും എന്നൊരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ പ്രധാനമന്ത്രി അവിടെ നിന്നിട്ട് ഹായ് ഇതാരെ ശ്രീലേഖ പ്ലീസ് കം എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി വിളിക്കും എന്ന് ശ്രീലേഖ വിചാരിച്ചു? ഇല്ല. എല്ലാവരും നേതാക്കന്മാരാവുന്നത് എങ്ങനെയാ? ഇങ്ങനെ ഇടിച്ചു കയറിയിട്ട് തന്നെയാണ്. ഇടിച്ചു കയറി കാല് തിരുമേണ്ട അടുത്ത് കാല് തിരുമി, കൈ പിടിക്കേണ്ട അടുത്ത് കൈ പിടിച്ച്, കരയേണ്ട അടുത്ത് കരഞ്ഞൊക്കെ തന്നെയാണ് പലരും ഇന്ന് നേതാക്കന്മാരായത്, ഇല്ലേ? അപ്പൊ അങ്ങനെയുള്ള താൻ പോരിമ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ഈ രാഷ്ട്രീയത്തിൽ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. ഞാൻ പഴയ IPS-കാരിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പോൾ സുരേഷ് ഗോപി കാണിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ, സുരേഷ് ഗോപിയുടെ നേർപ്പെങ്ങളായിട്ട് വരുമെന്ന് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സുരേഷ് ഗോപി സത്യത്തിൽ സുരേഷ് ഗോപി നടത്തിയ എന്താ, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ഒരാള് ഇവിടെ ഒരു കുന്തോ അല്ല. അയാൾ ആര്? അയാൾ കേന്ദ്രമന്ത്രിയാണോ? അല്ല. അയാൾ വെറും ഒരു കേരള ഘടകത്തിന്റെ കീഴിൽ വരുന്ന വേറെ ഒരു അധ്യക്ഷൻ. ഇത്രയുള്ള സുരേഷ് ഗോപി രാജീവ് ചന്ദ്രശേഖരനെ കാണുന്നത്. ഇത് വ്യത്യാസം അതാണ്, പുച്ഛം. അയാളുടെ ഇടയ്ക്ക് ഞാൻ എന്താ പറയാനാ, ഞാൻ ആരാ? ഈ രാജ്യത്തിലെ മന്ത്രിയാ. ഇതാണ് വ്യത്യാസം. ഞാനൊരു മന്ത്രിയാണ്, ഇവിടുത്തെ ഇരിക്കുന്ന കേരള ഘടകത്തിന്റെ വെറും ഒരു അധ്യക്ഷന്റെ അടുക്ക് ഞാൻ എന്നാ പറയാനാ? ഇതാണ് ആരുടെ ചിന്ത? സുരേഷ് ഗോപിയുടെ ചിന്ത. കാരണം ഞാൻ മന്ത്രിസ്ഥാനത്തിരിക്കുന്ന ഒരാളാ, ഇവിടെ കലിംഗ സംവാദം നടത്തും, ഒരുത്തനോടും എനിക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരുത്തന്റെയും പെർമിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ എന്റെ പ്രജകളോട് സംസാരിക്കുന്നതിന് ഇവനെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നീയും എന്റെ പ്രജയാ എന്ന് വേണമെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ മുഖത്ത് നോക്കി പറയാം ആര്? സുരേഷ് ഗോപി. അത്രയ്ക്ക് ബോധം സുരേഷ് ഗോപിക്കുള്ളത് വേറൊരു കാര്യം. അപ്പൊ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്നിട്ട് IPS ഉദ്യോഗസ്ഥയെ റിട്ടയർ ചെയ്തിരിക്കുന്ന, അത് കേരളത്തിലെ ആദ്യത്തെ വനിതാ DGP അങ്ങനെ എന്തോ ആണ്. അപ്പൊ അങ്ങനെയുള്ള എന്നെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്ന് സംസാരിക്കണം, അത് ധാർഷ്ട്യമായില്ലേ? പ്രധാനമന്ത്രി എന്ന് പറയുന്ന പൊസിഷൻ നമ്മൾ ആലോചിച്ചോ, പ്രധാനമന്ത്രി ആരാണ് എന്താണെന്നുള്ള കാര്യം. നമ്മൾ രാഷ്ട്രീയമായി വിമർശിക്കപ്പെടുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പൊസിഷനെ നമ്മൾ മാനിക്കണം. അപ്പോൾ അതുപോലും നോക്കിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതേ അവസ്ഥയിൽ അങ്ങനെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ശ്രീലേഖ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ വെറും ഒരു കൗൺസിലർ എന്ന നിലയിൽ ഇരിക്കാനായിരുന്നില്ല ശ്രീലേഖയുടെ ഉദ്ദേശം. താൻ ഒരു IPS എന്ന് പറഞ്ഞാൽ പിന്നെ അഡ്മിനിസ്ട്രേഷനൊക്കെ പഠിക്കണം, അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ തന്നെ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ് IPS എന്ന് പറഞ്ഞാൽ. അല്ല, റാങ്കുകളുടെ വ്യത്യാസത്തിലാണ് അതൊക്കെ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള IPS വരെ ഉള്ള എനിക്ക് മേയർ സ്ഥാനം തരാമെന്ന് പറഞ്ഞിട്ടാണ് തന്നെ മത്സരിപ്പിക്കുന്നത്. അങ്ങനെ മേയർ സ്ഥാനം തരാമെന്ന് പറഞ്ഞ് മത്സരിപ്പിച്ചിട്ട് ഒടുവിൽ മേയർ പോയിട്ട് ഡെപ്യൂട്ടി മേയർ പോലും ആക്കാതെ തള്ളിക്കളഞ്ഞിരിക്കുന്ന ഒരാളാണ്. തന്നെയല്ല, അവിടെ സ്വതന്ത്രനായി നിന്ന ഒരാൾ കൂടിയുണ്ട് ഈ കൗൺസിലർമാരുടെ ഗ്രൂപ്പില്.
അവിടെ രാധാകൃഷ്ണൻ തോന്നുന്നത്, അദ്ദേഹം കൂടെ ഇതിനകത്തുണ്ട്, ഈ ടീമിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. തന്നെയല്ല ഈ പോകുന്ന പോക്കിലെല്ലാം പിന്നെ വഴിയിലെല്ലാം ഇവർക്ക് സ്വീകരണം കൊടുക്കുന്നുണ്ട്. ഇപ്പം മാവേലിക്കര എല്ലാ റെയിൽവേ സ്റ്റേഷനിലും, കാര്യം എല്ലാ പൊട്ടന്മാരും ഇറങ്ങി ഇങ്ങനെ ഞങ്ങളുടെ എന്തോ ഈ പോകുന്ന ആരാ വി രാജേഷ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ പിന്നെ ആരുമല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്ര സ്വീകരണം ഒരുപക്ഷെ കേരളത്തിൽ കാണത്തില്ല. വി രാജേഷ് പോകുന്നു, മാവേലിക്കര ഇറങ്ങുന്നു. മാവേലിക്കര ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്, ഇന്ന് മാവേലിക്കര ഇറങ്ങിയ സമയത്ത് ഇപ്പൊ ട്രെയിൻ അങ്ങ് വിട്ടുപോയി, രാജേഷ് കാര്യമൊക്കെ പറയേണ്ടി വരുന്നു. പിന്നെ മറ്റേ ദിവസം രാജേഷ് ഓടി കയറുമായിരുന്നു ട്രെയിനിനകത്ത്. ഇത് അപകടം ഉണ്ടാകാൻ നോക്കിക്കണം, അത് മാത്രമേ പറയാനുള്ളൂ. അപ്പം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാര്യം വി രാജേഷിന് പ്രധാനമന്ത്രിയെക്കാട്ടി വലിയ പവറായി പോയെന്നേ. അപ്പൊ അതാണ്. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു നീറ്റലുണ്ടല്ലോ ഉള്ളിൽ ഉമിത്തി ഇങ്ങനെ നീറുന്ന ഒരു ഫീലാണ് ശരിക്കും ഈ ശ്രീലേഖ. കാര്യം ഞാനായിരുന്നു ആ സ്ഥാനത്ത് കിടന്ന് ഓടേണ്ടിയിരുന്നത് ഈ ട്രെയിനിന്റെ പിന്നാലെ. കാരണം എന്താ, മേയറായിട്ട് നിർത്താമെന്ന് പറഞ്ഞ് പാർട്ടി തന്നെ വഞ്ചിച്ചു. തുറന്ന് പറയാൻ പറ്റത്തില്ല. തുറന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം ഉള്ള മേയർ സ്ഥാനോട് ഈ പിന്നെ കൗൺസിലർ സ്ഥാനോടെ പോകും, പിന്നെ വീട്ടിൽ കുത്തിയിരിക്കേണ്ടി വരും. വീട്ടിൽ കഴിച്ചിട്ട് ഇറക്കാനും അതാണ്. അപ്പം ഇതിന് തന്റെ പ്രതിഷേധം അറിയിച്ചു. ഈ പോകുന്നില്ല എന്ന് പറയുന്നത് തന്റെ പ്രതിഷേധം അറിയിച്ചു. പ്രധാനമന്ത്രിയല്ലേ, പ്രധാനമന്ത്രി ഇനി എന്നെ കാണണമെങ്കിൽ എന്റെ വീട്ടിൽ വരട്ടെ എന്ന് പറയുന്ന ഒരു നയമാണ് ഇവിടെ. ഞാൻ ഇവിടെ ഇഡലിയും ദോശയൊക്കെ ഞാൻ പ്രധാനമന്ത്രിക്ക് കൊടുത്തോളാം. ഇപ്പൊ ഞാനല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ തിരുവനന്തപുരത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ നിന്ന് പിന്നെ സംസമീന്ന് എവിടെന്നെങ്കിലും ഞാൻ പിന്നെ ഫുഡ് വരുത്തി കൊടുത്തോളാം, അല്ലെ. പിന്നെ അതുകൊണ്ട് പ്രധാനമന്ത്രി ഇനി ഇങ്ങോട്ട് വരട്ടെ എന്നുള്ള ഒരു ധാരണയുണ്ടല്ലോ. ഈ ധാരണയിലാണ് ശരിക്കും ഇരിക്കുന്നത്. അതായത് പാർട്ടിയായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ ശ്രീലേഖയ്ക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊടുക്കാമെന്ന് പറഞ്ഞ് കൊടുത്തില്ല, പാർട്ടി വഞ്ചിച്ചു എന്നുള്ള ഒരു സമീപനം ഇപ്പോഴും ഈ ശ്രീലേഖ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ശ്രീലേഖ കൊണ്ടു നടക്കുന്ന താൻ പോരിമ എന്ന് പറയുന്ന ഒരു വലിയ സംഭവമുണ്ട്. ഇതും പ്രശ്നമാണ്, അതും ഒരു വലിയ പ്രതിസന്ധിയാണ്. അവർക്ക് ഞാനാണ് വലുത് എന്ന് പറയുന്നൊരു ചിന്തയുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള കുറേയധികം ഫ്രസ്ട്രേഷൻസ് ആണ് നയിക്കുന്നത്. അല്ലാതെ ശ്രീലേഖയ്ക്ക് അവിടെ ഒരു ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ഇവിടുത്തെ BJP-യിലെ കേരള ഘടകം അത്ര എച്ചികളൊന്നും അല്ല. കാര്യം ഇവിടെ പിന്നെ കോടിക്കണക്കിന് രൂപ കുഴലൊഴുക്കിയവർ വരെ പാർട്ടിക്കകത്തുണ്ട്. അയാൾ ഇവിടെ വെറുതെ ഇത് CK ജാനുവിനെ പാർട്ടിക്കകത്ത് കയറ്റാൻ വേണ്ടി ചിലപ്പോ ഈ പറയുന്ന പാർട്ടി ഫണ്ട് എടുത്തിട്ടാണ് ഇവരെ അയക്കുന്നതെങ്കിൽ ചിലപ്പോ ഇവർക്ക് മാത്രം ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കൊടുത്താൽ മറ്റുള്ള കൗൺസിലർമാർ വെറുതെ ഇരിക്കും. അവർക്കെല്ലാം അവിടെ ട്രെയിനിനകത്ത് ഒരു ജോളിയായിട്ട് അങ്ങ് പോരുത്. അല്ല, അവരങ്ങനെ വെറുതെ ഇരിക്കും. അവര് വെറുതെ ഇരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ശരിയായി. ഈ പറഞ്ഞ വി രാജേഷൊക്കെ ഫ്ലൈറ്റ് കയറിയേ പറ്റുമെന്ന് വാശി പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ വി രാജേഷ് എന്തുകൊണ്ട് ആ പ്രോട്ടോകോൾ വെച്ച് ഇവർക്ക് കൊടുക്കാൻ പറ്റില്ല? പ്രോട്ടോകോൾ വെച്ച് കൊടുക്കാൻ പറ്റില്ല. കാര്യം മേയർ പോകുന്ന ട്രെയിനിനകത്താ. അപ്പൊ എങ്ങനെയാ പിന്നെ ഇവർക്ക് കൗൺസിലർക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? വെറും ഒരു കൗൺസിലറായ ഒരാളെ ഫ്ലൈറ്റ് എടുത്ത് കൊടുത്തുകൊണ്ട് പറയാൻ പറ്റൂ? 70 വയസ്സുള്ളവരെന്താ ട്രെയിനിൽ പോയിട്ടില്ലേ? 70 വയസ്സുള്ള എല്ലാവരും ഇപ്പൊ 70 വയസ്സുകാരെല്ലാം ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്. ഡൽഹി വരെ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ഇഷ്ടം പോലെ ആനുകൂല്യങ്ങളും. പിന്നെ തന്നെ IPS കാര്യം കൂടാണ്. IPS എന്ന് പറയുന്നത് ചെറിയ പദവിയൊന്നും അല്ലല്ലോ. അപ്പൊ അതിന്റേതായ ഇത് പ്രാധാന്യം അവർക്ക് കിട്ടും. അപ്പൊ ഇതൊന്നും ഇല്ല, വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ ഇവർക്ക് കൂടെ കൂട്ടാം. അപ്പൊ ആ രീതി വരെ പ്രാധാന്യമുള്ള ആളാണ് ഈ പിന്നെ ശ്രീലേഖ. പിന്നെ തന്നെയല്ല, വയ്യാതെ വല്ലതും വരുവാണെങ്കിൽ അതിനകത്ത് ആൾക്കാരില്ലേ? അതിനകത്ത് ഇപ്പൊ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ പിന്നെ വി രാജേഷ് വിചാരിച്ചാൽ ഏതെങ്കിലും സ്റ്റേഷനിൽ പിടിച്ചിടാം. ഈ പോകുന്നത് ചെറിയ ആൾക്കാരൊന്നുമില്ല, പ്രധാനമന്ത്രിയുടെ ക്ഷണക്കത്തുമായിട്ടല്ലേ ഇവര് പോകുന്നത്. അപ്പൊ എന്തായിരുന്നാലും ഇവർക്ക് രാജകീയമായ വരവേൽപ്പ് എവിടെയായാലും ഉണ്ടാവും. അപ്പൊ ഈ 70 വയസ്സ് കഴിഞ്ഞെന്നും പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ 85ാമത്തെ വയസ്സിൽ മതികെട്ടാൻ മല കയറിയ സഹാക്കന്മാരുണ്ടെന്ന്. ഇവിടെ VS അച്യുതാനന്ദൻ അങ്ങനെ ആയിരുന്നല്ലോ. 85 മുഖ്യമന്ത്രിയാവുന്ന അദ്ദേഹത്തിന് നല്ല പിന്നെ ഏറ്റവും വാർദ്ധക്യമുള്ള പ്രായത്തിലാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവുന്നത്. അദ്ദേഹം മതികെട്ടാൻ മലയോര കയറിയിട്ടുണ്ട്. പെൺപിളയൊരുമൈ എന്ന് പറയുന്ന ഇതിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പോയിട്ട് അന്ന് VS അച്യുതാനന്ദൻ പോയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പൊ എങ്ങനെയാ ഇവിടുന്ന് ഫ്ലൈറ്റിൽ പോയിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് ഹെലികോപ്റ്ററിൽ പോയിട്ടോ ഞാൻ ഇറങ്ങുമായിരുന്നു ചെയ്ത്? അല്ല, അതേ വിക്കണ്ട പിന്നെ കാടും വീടും മലയും ഒക്കെ ചവിട്ടി തന്നെ പോയത്. അപ്പോഴാണ് 70 വയസ്സിന്റെ കഥ പറഞ്ഞിട്ട് വരുന്നത്. 70 വയസ്സുള്ള സൂപ്പർ സ്റ്റാറുകളുണ്ട് നമ്മുടെ മലയാളത്തിൽ. ഇപ്പോഴും ചാടുകയും തുള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന 70ഉം പിന്നെ 65ഉം വയസ്സൊക്കെ ഉള്ളവരുണ്ട് നമ്മുടെ മലയാളത്തിൽ തന്നെ ഇല്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് പിന്നെ 70 വയസ്സുള്ള എനിക്ക് പ്രായം ഇത്രയായി ട്രെയിനിൽ യാത്ര ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് എന്ത് ഇതാണ്? നമ്മൾ ആലോചിച്ച് നോക്കണം. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് ഉയർന്നു വന്ന ഒരു ധാർഷ്ട്യം ആണ്. പാർട്ടി തന്നെ വഞ്ചിച്ചു എന്നുള്ളൊരു തോന്നൽ ശ്രീലേഖയ്ക്കുണ്ട്. ആ തോന്നൽ ഇനിയോട്ട് മാറാനും പോകുന്നില്ല.